ലഞ്ചിന് ബീഫാണ്. ഇന്ന് രാവിലെ ഒരു സംഭവം ഉണ്ടായിട്ടോ. എന്താ ചെക്ക് എന്നെ ഒന്ന് പറ്റിച്ചു. ഞാൻ രാവിലെ അപ്പത്തിൻ്റെ കൂടെ കഴിക്കാൻ ബീഫ് കറി ഉണ്ടാക്കിയിരുന്നു കേട്ടോ. പക്ഷെ തിന്ന് നോക്കുമ്പോൾ ഒരു രസമല്ല. അപ്പം ഞാനത് ഇക്കാനോട് പറഞ്ഞപ്പോൾ ഇക്ക പറയാണ് നല്ല രസമുണ്ടല്ലോ. പക്ഷെ ഞാൻ പറഞ്ഞു എനിക്ക് ഇഷ്ടമായില്ല. അപ്പം ഇക്ക എന്നോട് പറയാണ് അതെന്താണെന്നറിയോ, അത് പോത്താണ്, അതുകൊണ്ടാണ് എനിക്ക് ഇഷ്ടമാവാത്തത്. സാധാരണ പോത്തിറച്ചി എനിക്ക് തീരെ ഇഷ്ടമല്ല കേട്ടോ, അതുകൊണ്ട് തന്നെ ഞാൻ കഴിക്കാറുമില്ല. അപ്പോൾ പോത്തിറച്ചി എന്ന് പറഞ്ഞാൽ ഞാൻ തിന്നില്ലെങ്കിലോ എന്ന് വിചാരിച്ചിട്ട് ഇക്ക പറയാതിരുന്നതാണ് കേട്ടോ. ഞാനാണെങ്കിലോ പോത്ത് ഏതാ മൂരി ഏതാന്ന് അറിയാത്തൊരു പോത്തുമായി പോയില്ലേ. ഞാൻ വിചാരിച്ചത് ഇറച്ചി രസമല്ലാഞ്ഞിട്ടാണ്, അല്ലെങ്കിൽ ഞാൻ ഉണ്ടാക്കിയത് രസമല്ലാഞ്ഞിട്ടാണ് എന്നാണ് കേട്ടോ. അപ്പോൾ കപ്പ വേവിക്കാൻ നോക്കുമ്പോൾ റൈസ് കുക്കറിൽ ചോറാണ്. എന്നാൽ പിന്നെ ഇലക്ട്രിക് റൈസ് കുക്കറിൽ വെക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. ഇതന്ന് ഫസ്റ്റ് വാങ്ങിയപ്പോൾ വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് എടുത്തിട്ട് പിന്നെ അവിടെ വെച്ചതാണ് കേട്ടോ. പിന്നെ ഇപ്പോഴാണ് യൂസ് ചെയ്യണത്. അപ്പോൾ വർക്ക് ചെയ്യുന്നുണ്ട് കേട്ടോ, കുഴപ്പമൊന്നുമില്ല. അപ്പോൾ നമുക്ക് എളുപ്പം റൈസ് കുക്കർ എന്ന് പറയുമ്പോൾ സാധാരണ റൈസ് കുക്കറാണല്ലോ അല്ലേ. അപ്പോൾ ഇന്നിപ്പോൾ ഉപ്പേരി ഒന്നും ഉണ്ടാക്കുന്നില്ല. അപ്പോൾ കുറച്ച് സലാഡ് ഉണ്ടാക്കി വെക്കാമെന്ന് വിചാരിച്ചിട്ടോ. ഉണ്ടാക്കി വെച്ചാൽ പിന്നെ കഴിക്കാൻ നേരത്തെ സുഖമാണല്ലോ. അല്ലെങ്കിൽ ചിലപ്പോൾ നമുക്ക് കഴിക്കണം എന്ന് ആഗ്രഹം ഉണ്ടാകും, പക്ഷേ ചിലപ്പോൾ ക്യാരറ്റൊക്കെ അതിൻ്റെ സ്കിന്നൊക്കെ കളഞ്ഞ് കട്ട് ചെയ്യാൻ മടിയാക്കര കേട്ടോ. അപ്പോഴേക്കുണ്ടല്ലോ ലുഹർ ബാങ്ക് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ എനിക്ക് നല്ല വിശപ്പ് കിട്ടോ. ഒന്ന് രാവിലെ ഇപ്പോൾ പോത്താന്നൊക്കെ കണ്ടോടുകൂടിയാണ് എൻ്റെ മൂഡ് പോയി. ഞാൻ വെറും 2 അപ്പം മാത്രമാണ് കേട്ടോ തിന്നത്. അല്ലെങ്കിൽ ഈ സമയമാകുമ്പോൾ എനിക്ക് വിശക്കും. അപ്പം ഞാൻ ചൂടോട് കൂടി 2 നീർദോശ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഇനി അതിലേക്ക് ഞാനിപ്പോൾ പോത്തിറച്ചി തന്നെയാണ് കേട്ടോ കൂട്ടുന്നത്. പോത്താന്ന് അറിഞ്ഞപ്പോൾ പിന്നെ നല്ല സ്പൈസി ആയിട്ട് രസത്തിൽ ഉണ്ടാക്കിയിട്ടുണ്ട്. ഒരുവിധം പോത്തിൻ്റെ ടേസ്റ്റ് കിട്ടാത്ത രീതിയിൽ കേട്ടോ. പിന്നെ രാവിലത്തെ 1 ഗ്ലാസ് ചായ ബാക്കി ഉണ്ടായിരുന്നു, അതും ഇതിൻ്റെ കൂടെ കുടിക്കുകയാണ്. പിന്നെ എനിക്കൊരു സ്വഭാവം ഉണ്ട് കേട്ടോ, ഞാൻ ഇഷ്ടമല്ലെങ്കിലും എങ്ങനെയെങ്കിലും അത് തിന്നാൻ ട്രൈ ചെയ്യും. അത്രയും പറ്റാത്ത ഐറ്റംസ് 1-2 ഉള്ളൂ കേട്ടോ ഞാൻ തിന്നാത്തത്. അല്ലാതെ അങ്ങോട്ട് കടിക്കാത്ത എല്ലാം അങ്ങോട്ട് തിന്നെന്ന് പറയുന്ന പോലെയാണ്. നമ്മൾ കൂട്ടത്തിൽ കൂടുമ്പോൾ അത് പറ്റൂല പറഞ്ഞ് മാറ്റി നിർത്തുമ്പോൾ അത് മറ്റുള്ളവർക്ക് ഒരു ബുദ്ധിമുട്ടാണല്ലോ. അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ ചെയ്യാത്തത്.